ദൈവത്തിന് മഹത്വം. പുറപ്പാട് പുസ്തകം 33 അധ്യായം 17 വാക്യം. യഹോവ മോശയോട്, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു എന്നരുളി ചെയ്തു. ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിനായി, ഉദ്ധാരണത്തിനായി ദൈവം നിയോഗിച്ച മോശ ജീവിതത്തിൻ്റെ പ്രായോഗിക വശത്തിൽ ബലഹീനൻ എന്ന് തനിക്ക് തന്നെ തോന്നിയപ്പോൾ, തന്നെ കൊണ്ട് ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് വന്നപ്പോൾ, തൻ്റെ വിശ്വാസത്തെയും തൻ്റെ ആത്മീക കാഴ്ചപ്പാടിനെയും ചോദ്യം ചെയ്യുന്ന നിലയിൽ ദൈവജനം ഇസ്രായേൽ ദൈവവചനത്തോടും ദൈവ സാന്നിധ്യത്തോടും മറുതലിക്കുന്ന സമയങ്ങളിൽ മോശ താൻ മനസ്സിൽ നിരാശിതനായി ഭാരപ്പെടുമ്പോൾ, ദൈവം മോശയോട് ഇടപെടുന്ന ചില പ്രത്യേക സമയങ്ങൾ മോശയ്ക്ക് ധൈര്യവും ശക്തിയും നൽകുന്നു. മോശ ദൈവത്തോട് പറയുന്നത്, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോവുക എന്ന് അവിടുന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എന്നോടുകൂടെ ആരെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല എന്ന് മോശ ആവശ്യപ്പെടുമ്പോൾ, മോശയുടെ ചിന്ത ഒരു ദൂതനെ തനിക്ക് ലഭിക്കുമായിരിക്കും, തൻ്റെ ആശ്വാസത്തിനായി അഹരോനായിരിക്കാം എൻ്റെ ജീവിതത്തിൽ ഇസ്രായേലിനെ വിടുവിക്കുവാൻ ദൈവം എനിക്ക് സഹായമായി നൽകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ, മോശയോട് ദൈവം പറയുന്നു, ഒരു ദൂതനെ അല്ല, ഒരു മാനുഷികമായ സഹായവുമല്ല, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ഏതെങ്കിലും ദൂതനോ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ സഹായമോ മോശയുടെ പ്രതിസന്ധിക്ക് പരിഹാരം കൊടുക്കുവാൻ കഴിയുകയില്ല എന്ന് മോശയ്ക്കറിയില്ലെങ്കിലും, അവനെ നിയോഗിക്കുന്ന അത്യുന്നതനായ ദൈവത്തിനറിയാം എന്നുള്ളതിനാൽ ദൈവം തന്നോട് പറയുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. മോശയോട് ദൈവം ഉറപ്പ് പറയുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. നിന്റെ മുൻപിലുള്ള വൈരികളുടെ നടുവിൽ എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. നിന്റെ മുൻപിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളുടെ മുൻപിൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. നിന്റെ പരിധികളും പരിമിതികളും നിന്റെ സങ്കടങ്ങളും ക്ലേശങ്ങളും നിനക്കെതിരെയുള്ള മത്സരങ്ങളും കോപങ്ങളും നിനക്കെതിരെയുള്ള ഭാരങ്ങളും ദുഃഖങ്ങളും നിനക്കെതിരെയുള്ള പിറുപിറുപ്പുകളും വേദനകളും പരാതികളും ഒക്കെ ഞാൻ അറിയുന്നു. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം സകല മനുഷ്യരെക്കാളും എന്നെ അടുത്തറിയുന്ന അത്യുന്നതനായ ദൈവം എൻ്റെ വിഷയത്തിൻ്റെ നടുവിൽ മോശയോട് കൃപ തോന്നിയതുപോലെ നമ്മോട് കൃപ തോന്നുന്നു. ആകയാൽ ഉറപ്പോടെ
ധൈര്യത്തോടെ മുൻപോട്ട് പോകാം. യഹോവയ്ക്ക് നമ്മോട് കൃപ തോന്നിയിരിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഇന്നത്തെ ദിവസം തൻ്റെ ജനത്തിന് അനുഗ്രഹമാക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. സ്വർഗീയ കരുതലിനാൽ നടത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.